എന്തു പറ്റി? ഇത്രയും നേരം? എനിക്ക് 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. ഇവിടെ എത്താറായപ്പോഴാണ് ഫോൺ നോക്കിയത്. സാരംഗ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാരംഗ് ക്ഷീണത്തിലാണെങ്കിൽ... കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇരിക്ക്. യാമിമോളുടെ ടീച്ചർ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചില കംപ്ലൈൻസ് പറഞ്ഞു. കൂടെ പഠിക്കുന്ന കുട്ടികളോട് വഴക്കുണ്ടാക്കുകയാണ്, പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനത് അവളോട് ചോദിച്ചു. ഇവിടെ നമ്മൾ തമ്മിലുള്ള പ്രോബ്ലംസ് അവളെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ ചോദിച്ചത്. പക്ഷെ അവളെന്നോട് പറഞ്ഞത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. എന്താ പറഞ്ഞത്? അവള് സാരംഗിനെ ന്യായീകരിച്ചു. അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ടെന്നും പറഞ്ഞു. കുട്ടിയല്ലേ? പക്ഷെ ഞാൻ കുട്ടിയല്ലല്ലോ. അവൾ അങ്ങനെ ഒരു മറുപടി എന്നോട് പറയാൻ കാരണം എന്താ? എനിക്കറിയില്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താ? ആ ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറയാത്ത സാരംഗ് ഒന്നും അറിയാത്ത അവളോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അമ്മ കുഴപ്പക്കാരിയാണെന്ന് മോളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതേ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയാണോ? ആര് ന്യായീകരിച്ചു? എനിക്ക് എന്നെ ന്യായീകരിക്കാൻ മക്കളുടെ ആവശ്യമില്ല. ഐ നോ വാട്ട് ഐ എം ഡൂയിങ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഈസ് റൈറ്റ്. ആ, ഇത് തന്നെ മോളും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താൻ എന്നെ ചോദ്യം ചെയ്യാണോ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു മേൽക്കൂരയുടെ താഴെ ഒന്നിച്ച് ജീവിക്കാമെന്ന് നമ്മളെ കൊണ്ട് തീരുമാനിപ്പിച്ചത് അച്ഛനും അമ്മയാ. ആ മര്യാദ പരസ്പരം കാണിച്ചാൽ തുടർന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ? മോൾക്കേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അച്ഛനല്ലേ? ചോദിക്ക്, അവളുടെ പ്രോബ്ലം എന്താന്ന്. Will you stop it? താൻ എന്തിനാ ശ്രമിക്കുന്നേ? ഇവരുടെ മുമ്പിൽ താൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനോ? അറിയുന്ന എല്ലാവരിൽ നിന്നും ഡോക്ടർ മൈഥിലിക്ക് ആവശ്യത്തിന് വാരിക്കൊരു സെന്റിമെന്റ്സ് കിട്ടുന്നുണ്ടല്ലോ. ഡോക്ടർ മൈഥിലിക്ക് ഇനി എന്താ വേണ്ടത്? ഞാൻ തന്റെ മുന്നിൽ തല കുനിച്ച് നിന്ന് തരണോ? Shut up! മോളുടെ കാര്യങ്ങൾ നോക്കാൻ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എനിക്കറിയാം എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ. മാം, ഞാൻ കുറെ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട്. ഇന്റൻസീവ് കെയറിലുള്ള ശബരി എന്ന പേഷ്യൻ്റ് ഇല്ലേ, അയാളുടെ കണ്ടീഷൻ പെട്ടെന്ന് മോശമായി. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. ഞാനിപ്പോ വരാം അരുൺ, ഒന്ന് റെഡി ആവട്ടെ. സോറി സർ, ഞാൻ വന്ന് നല്ല സമയത്തല്ലെന്ന് തോന്നുന്നു. തനിക്കിവിടെ വരാൻ നല്ല സമയവും ചീത്ത സമയവും നോക്കേണ്ട കാര്യമില്ലല്ലോ അരുൺ. അല്ല, എനിക്ക് തോന്നി എന്തോ ഫാമിലി ഡിസ്കഷൻ ആണെന്ന്. താനും അതിന്റെ ഭാഗമല്ലേ? മാമിന് ഹോസ്പിറ്റലിൽ നിന്ന് കുറേ വിളിച്ചിരുന്നു, കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പിക്ക് ചെയ്യാൻ ഞാൻ വന്നത്. ഗുഡ്. നല്ല സംരക്ഷകരുണ്ടാവുന്നത് ഒരു അനുഗ്രഹ. സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ കുറച്ചു പേർക്കേ കഴിയൂ. ആൻഡ് യു ആർ വൺ ഓഫ് ദം. സർ, താൻ മിടുക്കനാടോ. മിടുക്കനാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സാറേ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇറങ്ങാം അരുൺ. എന്താ ഈ നേരത്ത്? അതൊന്നും സാരമില്ല, താൻ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഈ കളിയിൽ തനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ.
ലാഭമാണെങ്കിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഞാനൊരു വയസ്സനാണെന്നുള്ള ധാരണയൊന്നും വേണ്ട. താൻ സ്വപ്നത്തിൽ ചിന്തിക്കുന്നിടത്ത് വന്നു നിൽക്കാൻ ശേഷിയുള്ളവനാ ഈ കുട്ടിച്ചൻ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും തന്നെ പിടിക്കാനുള്ള ശേഷി ആ ഭൂതത്തിനില്ല. ആ, എഴുന്നേറ്റോ? ആരാ വിളിച്ചത്? അപ്പൊ നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ഫോണിന്റെ ശബ്ദം കേട്ടപ്പോഴാ എഴുന്നേറ്റത്. ആരായിരുന്നു ഈ നേരത്ത്? അതാരോ തെറ്റി വിളിച്ചതാ. തെറ്റി വിളിച്ച ആളോട് ഇത്രയും നേരം സംസാരിക്കുവോ? മുൻപ് സ്വസ്ഥമായിട്ട് ഉറങ്ങാനെങ്കിലും പറ്റുമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പൊ അതും പോയി. ആവശ്യമില്ലാത്ത ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ടാ. ലക്ഷ്മി, ഭർത്താവിന്റെ ശ്വാസം പോലും ശ്രദ്ധിക്കുന്നവളാ ഭാര്യ. പക്ഷേ എന്റെ പ്രവർത്തികളുടെയും ശ്വാസത്തിന്റെയും പിന്നാലെ ലക്ഷ്മി ഒരുപാട് അലയണ്ട. പകലും പാതിരാത്രിയും ഒക്കെ എനിക്ക് ഫോൺ വരും. പലരോടും എനിക്ക് സംസാരിക്കാനും ഉണ്ടാവും. കയ്യിൽ സമയം ഒരുപാടില്ല ലക്ഷ്മി. അപ്പൊ കൂടുതൽ പണിയെടുക്കാതെ നിവൃത്തിയില്ല. ഉറങ്ങാൻ ആർക്കും പറ്റും, ഉണർന്നിരിക്കാനാ ബുദ്ധിമുട്ട്. ഈശ്വരന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. എന്റെയും നിന്റെയും ജീവിതത്തില് ഇതുവരെ സംഭവിച്ചത് ഈശ്വരന് നിരക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നതും ആ ഈശ്വരന് നിരക്കുന്നത് തന്നെയാ. ICUവിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റ് ഇല്ലേ, അവർ കുറച്ചു നേരം എന്നോട് സംസാരിച്ചു. മക്കൾ തമ്മിലുള്ള വഴക്കാണ് അവർ ഈ നിലയിലെത്തിച്ചത്. ഇമോഷണൽ ഇഷ്യൂസ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതിനപ്പുറമാണല്ലേ മാം? എത്രയോ രോഗികൾ നമ്മുടെ മുന്നിൽ ആവർത്തിക്കുന്ന ഒരു കാര്യം അത്. ശരീരത്തിന്റെ വേദനയ്ക്ക് മരുന്ന് കൊടുക്കാൻ നമുക്ക് പറ്റും, മനസ്സിന്റെ വേദനയ്ക്ക് പറ്റില്ലല്ലോ. അത് പഠിച്ചവനും പറയും, അല്ലാത്തവനും പറയും. ബന്ധങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. ഇന്ന് മാമിനെ കൂട്ടാൻ ഞാൻ വന്നപ്പോൾ വീട്ടിലെന്തോ വലിയ ഇഷ്യൂ നടക്കുമായിരുന്നല്ലേ. എനിക്കത് മനസ്സിലായി. കുടുംബ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് എനിക്ക് താക്കീത് തന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത ഒരാളുടെ കുടുംബം എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ മാം? പോവാൻ സമയമെങ്കിൽ പോയിക്കോളൂ. എന്നെ പറഞ്ഞയക്കാൻ ഒരു വാക്ക് മതി. പക്ഷേ എനിക്കത് താങ്ങാനാവുന്നില്ല. മാമിൻ്റെ മനസ്സിലുള്ള ദുഃഖം എത്രയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീ സക്രിയാവാൻ ശ്രമിക്കുകയാണോ? അന്യന്റെ കാര്യങ്ങൾ അറിയാനുള്ള അയാളുടെ താല്പര്യം പോലെ. അയാൾക്കിത് അന്യൻ്റെ കാര്യങ്ങളാ, പക്ഷേ എനിക്കതല്ല. അരുൺ, ഒരിക്കലും വിള്ളൽ വീഴില്ല എന്ന് കരുതിയ ബന്ധങ്ങളിൽ അത് സംഭവിച്ചതിന്റെ ഷോക്കിലാണ് ഞാൻ. നിന്റെ കാര്യത്തിലും അത് സംഭവിക്കുമെന്ന് ഞാനിപ്പോ പേടിക്കുന്നുണ്ട്. അയ്യോ മാം, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. എന്റെ പ്രശ്നങ്ങൾ എന്റേത് മാത്രമായിട്ട് വിട്ടേക്ക്. അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം എടുത്താലേ എനിക്ക് ഇത്രയും സ്മൂത്തായിട്ട് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. മാം, ഇതിൽ കൂടുതൽ ഞാൻ നിന്നെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? സഹതാപം അനുകമ്പയാണെങ്കിലേ അതെനിക്ക് വേണ്ട. ഒരല്പം സന്മനസ് എന്നോട് തോന്നുന്നുണ്ടെങ്കിലേ പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്.
അരുൺ, ആ ഞാൻ കുറച്ച് വൈകി ഇറങ്ങും. ഒരു 11 മണിയാവുമ്പോൾ അരുൺ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തണം. പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം. ശരി മാഡം. ഓക്കെ. മാഡം, ഇന്നലെ മാഡം പോയതിനു ശേഷം സാറ് എന്തു പറ്റി? സാറിന്നലെ കുറെ മദ്യപിച്ചു. ആരോടൊക്കെയോ ബഹളം വെച്ച് സംസാരിച്ചു. സാരംഗ എവിടെ? ഉറക്കാണോ? ഉറങ്ങാണ്, പക്ഷെ മുറിയിലല്ല. സാരംഗ്, സാരംഗ്, എന്തു പറ്റി ഇവിടെ ഇങ്ങനെ? ഐ എം സോറി. ഞാൻ ആരോടോ സംസാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നതാ. ഉറങ്ങിപ്പോയി. ഞാൻ സംസാരിച്ചതിന്റെ വാശിയായിരുന്നോ ഇന്നലെ മുഴുവനും? ഒരുപാട് മദ്യപിച്ചു എന്ന് സുമ പറഞ്ഞു. തല നേരെ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തളർന്നു വീഴാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞത് നോ. അത് രാവിലെ തന്നെ പ്രഭാഷണം കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അരുണേ, ഇന്നലെ ഒരു രസമുണ്ടായി. നമ്മുടെ ആ കൂനങ്കേരി ജംഗ്ഷനിൽ ഞാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് അവിടെ പെട്ടെന്നൊരു അടിപിടി. ഒരുത്തൻ വെള്ളം അടിച്ചു വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവൻ്റെ ഭാര്യ ഉപദ്രവിക്കുകയായിരുന്നു. വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ പ്രശ്നം സംശയമാണ്. ഭാര്യ ഏതോ കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. യവനാണെങ്കിൽ സംശയവും കള്ളുകൂടിയും. ചങ്കടച്ചുള്ള ആ പെണ്ണിൻ്റെ കരച്ചിലുണ്ടല്ലോ, എത്ര ശ്രമിച്ചിട്ടും അങ്ങ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ പിന്നെ അവരുടെ വീട് തേടി പോയടാ. ആ കുട്ടിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഭർത്താവിനെയും കണ്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നേർവഴിക്ക് നയിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വഴിതെറ്റിപ്പോയ ഒരുത്തനാടാ. ശ്രമിച്ചാൽ നന്നാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അരുണേ, ഇങ്ങോട്ട് നോക്കടാ. നീ ഇത് കേട്ടിട്ടൊന്നും മിണ്ടാത്ത എന്താ? ഓ, ഞാനെന്തു പറയാനാ? ഫാദറിന് തോന്നുന്ന കാര്യം ഫാദർ ചെയ്യുന്നു. അങ്ങനെ വെറുതെ തോന്നുന്ന ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു നന്മ പ്രവൃത്തിയില്ലേ? എടാ, ഒരു കുടുംബ സന്തോഷത്തിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവൃത്തിയല്ലേ? എനിക്കറിയില്ല. എന്തറിഞ്ഞൂടാന്ന് നിനക്ക്? എടാ, നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാതായോ നിനക്ക്? ഈ ചില കാര്യങ്ങളിൽ മാത്രമുള്ള നന്മ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ജംഗ്ഷനിൽ ഇന്ന് വരെ കാണാത്തൊരു പെണ്ണ് കരയുന്നത് കണ്ടപ്പോൾ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. അവരുടെ കുടുംബ സന്തോഷത്തിലേക്ക് എത്തിക്കണമെന്ന് ഫാദർ ചിന്തിച്ചില്ലേ? ഫാദറിന്റെ മുമ്പിലിരുന്നല്ലേ മൈഥിലി മാം കരഞ്ഞത്? ആ വിഷയത്തിൽ ഇടപെടണം, സംസാരിക്കണം എന്നൊക്കെ ഞാൻ ഫാദറിനോട് പറഞ്ഞതല്ലേ? എന്നിട്ട് ഫാദർ അത് കേട്ടോ? എന്തെങ്കിലും ചെയ്തോ? അപ്പൊ അതാണ് കാര്യം. ഓ, അതത്ര നിസ്സാര കാര്യമാണോ? ആ സ്ത്രീയുടെ കാര്യത്തിൽ എന്താ കാര്യത്തിലാണ് പോയി ഇടപെട്ടത്? ഒരു വൈദികൻ എന്ന നിലക്കല്ലേ? അതുപോലെ മൈഥിലി മാമിന് വേണ്ടിയും സംസാരിക്കാലോ. ആ സാരംഗ് സാറിനെ പോയി ഒന്ന് കാണാൻ പാടില്ലേ? എടാ, അത് പിന്നെ അയാൾ എനിക്ക് പരിചയമുണ്ടെന്നല്ലാതെ ഒരടുപ്പം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വഴി കണ്ട കുടിയനും അയാളുടെ ഭാര്യയും ഒരു പരിചയവും വേണ്ട. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ പരിചയം വേണം, ശുപാർശ വേണം, പിന്നെ എന്തൊക്കെയാ? എടാ മോനെ അരുണേ, നിന്നെ ഞാൻ സമ്മതിച്ചു. കൃത്യമായൊരു പഴുത് കിട്ടിയപ്പോൾ നീ അതെനിക്കെതിരെ ഉപയോഗിച്ചു. ഇനിയിപ്പോ വേറെ മാർഗമില്ലല്ലോ. ഞാൻ എന്തായാലും സാരംഗിനൊന്ന് പോയി കാണാം. സത്യമല്ലേ? അതെന്താടാ, നിനക്കെന്നെ വിശ്വാസമല്ലേ? എടാ, ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കാടാ. സത്യത്തിൽ ഇതെന്റെ മനസ്സിൽ നേരത്തെ തോന്നിയതാ. പിന്നെ ഞാനങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. ഇനി ഇത് നീണ്ടു പോവരുത് ഫാദർ. ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ പിന്നെ
നമ്മളൊക്കെ മൈഥിലി മാമിനെ സ്നേഹിക്കുന്നതിൽ എന്തൊരു അർത്ഥമുള്ളത്? ഇന്ന് എന്തായാലും ഞാൻ ആ തീരുമാനം അങ്ങ് ഉറപ്പിച്ചു. ഞാൻ പോകുന്നു, സാരംഗിനെ കാണുന്നു, അവരുടെ കുടുംബ പ്രശ്നം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പരിഹരിക്കുന്നു. എന്നാ പിന്നെ എൻ്റെ ഒരു ചെലവുണ്ട്. ആ, നീ എനിക്ക് എന്ത് ചെലവ് ചെയ്യാനാടാ? അതൊക്കെ ഉണ്ട്. ഫാദർ വാ, നോക്കിക്കോ. പോവാ. ഹലോ, ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവോ? ആ, പോകുന്ന വഴിയോടെ കയറാം. ശരി. സാരംഗ് കഴിക്കുന്നില്ലേ? സുമ, ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എല്ലാം റെഡിയാ. കഴിക്കാൻ ഞാൻ റെഡിയല്ല, അതാ പ്രശ്നം. സാറിന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. മാഡം, എന്താ? സാർ ഇന്നലെ ആരോടൊക്കെയോ ഫോണിൽ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തോ വലിയ നഷ്ടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്റെ ഒരു തോന്നലാണ്. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? എനിക്കറിയില്ല സുമ. ചോദിക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. യാമി, നീയും കഴിക്കാതെ പോവാണോ? അച്ഛൻ കഴിക്കാതെ ഇറങ്ങി. മോളും അങ്ങനെ തന്നെ പോവാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചതാന്നല്ലേ എനിക്ക് കരുതാൻ പറ്റൂ. ഇനിയിപ്പോ ഇവിടെ രണ്ടടുപ്പുണ്ടാക്കാൻ ഉദ്ദേശമുണ്ടോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അനാമികാന്റെ അടുത്ത് നിന്ന് കഴിച്ചോളാം. സുമ, എനിക്കൊരു ബ്ലാക്ക് ടീ വേണം, അല്പം സ്ട്രോങ് ആയിട്ട്. എല്ലാരും എന്താ മാഡത്തോട് ഇങ്ങനെ പെരുമാറുന്നത്? അതറിയാത്തോണ്ടാണല്ലോ സുമ ഞാനിങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുന്നത്. തോൽപ്പിക്കുക, അതെനിക്കറിയാം. പക്ഷെ ഈ ചവിട്ടി അരിക്കുന്നതിന്റെ കാരണം പറഞ്ഞൂടെ? നീ ചായ എടുക്ക്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മോളെ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല അങ്കിൾ. അച്ഛൻ എന്തോ വലിയ ടെൻഷനിലാന്ന് തോന്നുന്നു. എന്തു പറ്റി? കാര്യം എന്താന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലത് വല്ല ബിസിനസ് കാര്യമായിരിക്കും. ഞാനത് ചോദിച്ചു, എന്നോടൊന്നും പറഞ്ഞില്ല. ബിസിനസിന്റെ കാര്യമാണെങ്കിൽ മോളോട് പറഞ്ഞിട്ട് എന്തിനാ? ആന്റി, എനിക്ക് ഫുഡ് വേണം. അതിനെന്താ, മോള് വാ. ആന്റി ഓക്കെ ആയില്ലേ? എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ആന്റി പഴയതുപോലെ സ്മാർട്ടായി അല്ലേ അങ്കിള്? വാ. അമ്മയോട് പിണക്കമാണോ? അമ്മ പറഞ്ഞോ? നോക്ക് യാമി മോളെ, അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അച്ഛൻ ആരോടും പറഞ്ഞിട്ടുമില്ല. മോളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ആന്റി. അമ്മ തെറ്റൊന്നും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയില്ലല്ലോ. മോൾ അമ്മയോട് പിണങ്ങരുത്, തട്ടിക്കയറരുത്. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദേ, നീ വല്ലപ്പോഴും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ആന്റിക്ക് സന്തോഷമുള്ള കാര്യമാ. പക്ഷേ അമ്മയോട് വഴക്കിട്ടിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാ മോളെ. ഞാനങ്ങനെ ചെയ്യുന്നത് മൈഥിലിയെ മറികടക്കുന്ന പോലെ ആയിപ്പോവും. എനിക്ക് തൊട്ടും താല്പര്യമില്ല. ഞാൻ പൊക്കോളാം. എടുത്തു വെച്ച ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. എനിക്ക് വേണ്ട. ആന്റിക്ക് മോളോട് ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇനി ഒരിക്കലും ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. മോളെ നിൽക്ക്. ഞാൻ പറഞ്ഞത് നല്ല അർത്ഥത്തിൽ എന്താ മനസ്സിലാക്കാത്തെ? എന്തുപറ്റി മോളെ? എടോ, എന്തുപറ്റി? മൈഥിലിയോട് വഴക്കിട്ട യാമി ഭക്ഷണം കഴിക്കാൻ വന്നത്. അങ്ങനെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏയ്, അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ പറയാതെ സാരംഗിന്റെ മുഖത്ത് നോക്കി
ആർക്കും ഒന്നും പറയാൻ ധൈര്യമില്ല. ഈ കുഞ്ഞുങ്ങളെ കൂടി പേടിക്കാന്ന് പറഞ്ഞാല് മൈഥിലിയിൽ നിന്നും അടർത്തിയെടുത്ത് എനിക്ക് അവളെ സ്നേഹിക്കൊന്നും വേണ്ട. അവളുടെ അമ്മയെ സ്നേഹിക്കട്ടെ രഞ്ജിത്ത്.